ഇലക്ഷൻ തിരക്കുകളെല്ലാം കഴിഞ്ഞ് നിയമം ഇപ്പോൾ ആര് ഭരിക്കുമെന്ന ആകാംക്ഷയിലാണ്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികളെല്ലാം തന്നെ തങ്ങളുടെ വിജയ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണ തുടർച്ചയും വികസനവും ഉയർത്തിക്കാട്ടിയ LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. LDF തന്നെ അധികാരത്തിലെത്തും, നിയമം നിലനിർത്തും എന്ന വി ശിവൻകുട്ടിയുടെ വാക്കുകൾ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർ കൈവിടില്ലെന്നും പോളിംഗ് ശതമാനത്തിലെ മാറ്റങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ജനവിധി തങ്ങൾക്കൊപ്പമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ജനങ്ങളുടെ പ്രതീക്ഷ UDFിലാണ്. നിയമത്തെ വിജയപ്രതീക്ഷയുണ്ട് എന്ന് KS ശബരിനാഥൻ വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിൽ തങ്ങൾക്കുള്ള പരമ്പരാഗത വോട്ടുകളും ഇത്തവണ മികച്ച വിജയം സമ്മാനിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. ഇവർക്കിടയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖറും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ഈ ഇലക്ഷൻ വഴി വരുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു അട്ടിമറി വിജയം നിയമത്ത് സംഭവിക്കുമെന്നും അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും NDA കേന്ദ്രങ്ങൾ കരുതുന്നു. സ്ഥാനാർത്ഥികൾ അവരുടെ ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ജനഹിതം എന്താണെന്നറിയാൻ വോട്ടെണ്ണൽ ദിവസം വരെ കാത്തിരിക്കാം. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്.